പഴയ കാലത്ത് ബുദ്ധിപരമായ വ്യായാമത്തിന് കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന മരത്തിൽ നിർമ്മിച്ച കളിപ്പാട്ടങ്ങളാണ് ഏടാകൂടങ്ങൾ. പല തരത്തിലും രൂപത്തിലുമാണ് ഏടാകൂടങ്ങൾ. വടകര കോട്ടപ്പള്ളിയിലെ ദാമുവേട്ടൻ വർഷങ്ങളായി ഏടാകൂടങ്ങൾ നിർമ്മിച്ച് പരിശീലനം നടത്തിവരികയാണ്. കാഴ്ചയിൽ മരത്തിൻ്റെ എന്തെങ്കിലും കളിപ്പാട്ടമാണെന്ന് തോന്നുമെങ്കിലും ഏടാകൂടം എന്ന് വിളിക്കപ്പെടുന്ന ഈ മരരൂപങ്ങൾ ഒരു കാലത്ത് ബൗദ്ധിക പരിശീലനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിരുന്നു. ഇന്നിത് അത്ര പ്രചാരത്തിലല്ലെങ്കിലും ചില ആളുകൾ ഇത് നിർമ്മിച്ചും പരിശീലിച്ചും വരുന്നുണ്ട്. അത്തരത്തിലൊരു ആളുടെ വടകരയിലെ ഒരാളുടെ വീട്ടിലാണ് നമ്മളുള്ളത്. ദാമുവേട്ടൻ, കോട്ടപ്പള്ളിയിലെ ദാമുവേട്ടനാണ് ഇപ്പോൾ ഇത് കൂടുതൽ നിർമ്മിക്കുന്നതും ഇത് പരിശീലിക്കുന്നതുമൊക്കെ. ഈ സാധനം ഈ വള നടുക്കുണ്ട്, വയറ് ഇതിലേന്ന് ഊരിയെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഈ വള. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് നമുക്കിത് റിലീസാക്കാം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ശ്രമകരമായി നിർമ്മിച്ച മരക്കട്ടകളാണ് ഏടാകൂടങ്ങളിലെ പ്രധാനി. ഇവയുടെ ഗണിത രൂപക്രമമനുസരിച്ചുള്ള രസകരവും കൗതുകകരവുമായ ക്രമീകരണമാണ് പ്രധാനപ്പെട്ടത്. ഏടാകൂടത്തിനുള്ളിൽ ദ്വാരത്തോടുകൂടി ചതുര രൂപത്തിൽ നിർമ്മിച്ച മരക്കട്ടകൾ കൂട്ടിയോജിപ്പിച്ചാണ് രൂപങ്ങൾ തയ്യാറാക്കുന്നത്. എന്നാൽ അഴിക്കുന്നതും കൂട്ടിച്ചേർക്കുന്നതും അത്ര സുഗമമല്ല എന്നുള്ളതാണ് കാര്യം. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ പണ്ടത്തെ മാതിരി ഇതിന് താല്പര്യമുള്ള ആൾക്കാരല്ല ഇപ്പോഴും. അതുകൊണ്ടാണ് ഞാനീ രംഗത്ത് പിടിച്ച് നിൽക്കുന്നത് എൻ്റെ ഒരു താല്പര്യത്തിനാണ്. കാരണം ഇത് ഉണ്ടാക്കണമെങ്കിൽ വലിയ മെനക്കേടാണ്, അതിനനുസരിച്ചിട്ടുള്ള മരം കിട്ടണം, പിന്നെ അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതി വലിയ മെനക്കേടാണ്. അപ്പോൾ അതിൽ നിന്ന് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഭവം ഇതിനുള്ളൊരു സഹായം കിട്ടുകയാണെങ്കിൽ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കാനോ പഠിപ്പിക്കാനൊക്കെ നമ്മൾ തയ്യാറാണ്. പക്ഷെ അങ്ങനെ ഒരു സംവിധാനമൊന്നും ഇപ്പോൾ ഇല്ല. നമ്മുടെ താല്പര്യത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളിതാ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്നത് കാണിക്കുന്നതെന്ന് മാത്രം. കേരളത്തിലെ പഴയ തലമുറയിലെ ആശാരിമാരുടെ കരവിരുതിന്റെ സാക്ഷ്യപത്രം കൂടിയാണ് ഏടാകൂടങ്ങൾ. ഇവയുടെ നിർമ്മാണവും പരിശീലനവും സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് കൂടി എത്തിക്കണം. അങ്ങനെയെങ്കിൽ ലഹരി മരുന്നുകളുടെ പുറകെ പായുന്ന വിദ്യാർത്ഥി സമൂഹത്തെയും പുതുതലമുറയെയും ചെറുപ്പത്തിൽ തന്നെ രസകരമായി നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ഏടാകൂട നിർമ്മാതാക്കളുടെയും പരിശീലകരുടെയും വിശ്വാസം. ഡിജിറ്റൽ കാലത്തിന്റെ തിരക്കിൽ നമുക്ക് നഷ്ടപ്പെട്ട ചില നന്മകളെ ചില മനുഷ്യരിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. വടകര കോട്ടപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ സുൽത്താനോടൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.